നമസ്കാരം. ഏതും ജാതി പ്ലാന്റേഷൻ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലാവിൻ്റെ തൈകൾക്ക് നല്ല ഡിമാൻഡുള്ളൊരു സമയമാണ് ഇപ്പം. ഇതാണ് നമ്മുടെ പ്ലാവിൻ്റെ തൈകൾ നമ്മളിപ്പം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള പ്ലാവിൻ്റെ തൈകളാണ്. ഇത് ഏറെക്കുറെ ഒരു 1.5 അടിയോളം പൊക്കമുള്ള തൈകളാണ്. 1.5 അടിയോളം പൊക്കമുള്ള ഈ തൈകൾക്ക് നമ്മളിവിടെ 80 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത്രയും വലിയ തൈകൾക്ക്. ഇതിപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ, അടുത്ത ബാച്ചിലുള്ള തൈകളാണ്. ഇതിപ്പോൾ നമുക്ക് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, ഇത് കവറ് മാറാനുണ്ട്. ഇതിപ്പം തൈ ഒരു 1/2 അടിയോളം പൊക്കമായിട്ടുണ്ട്. 1/2 അടിക്ക് മേളിൽ പൊക്കമുണ്ട്. പക്ഷേ ഇത് കവറ് മാറാനുണ്ട്. അതുപോലെ തന്നെ ഒരാഴ്ചയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയുള്ള തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആകത്തുള്ളൂ. ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലി തൈകളാണ്. നമ്മൾ ഇത്രയും ചെറുപ്പത്തിൽ തൈകൾ ഇവിടെ കൊടുക്കാറില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് J33 തൈകൾ ഇത്രയും ചെറുപ്പത്തിലുള്ളത് തന്നെ നമുക്ക് കയറിപ്പോയി. ഇപ്പം നമുക്ക് J33 തൈകളും അത്യാവശ്യം ഷോർട്ടേജാണ്. കാരണം നമുക്ക് വളരെ ചെറിയ തൈകൾ പോലും ആളുകൾ J33 വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന നമ്മുടെ തൈകളാണ്. ഇതിപ്പം ഈ തൈകളെക്കാളും ഒരു മാസത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിന്. ഇതിപ്പോൾ നമ്മൾ കവർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ ഈ പരുവത്തിലോട്ട് എത്തും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയറിയാം, ഇത് നമ്മൾ കവർ മാറിയതാണ്. ഇത് വലിയ കവറിലോട്ട് മാറും. ഇതിപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പകുതിയുള്ളൊരു കവറാണ്. ഇത് മാറി ഈ കവറിലോട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗ്രോത്ത് കൂടും. ഇപ്പോൾ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ വലിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ 80 രൂപയാണ്. വലിയ തൈകൾക്ക് റേറ്റ് വ്യത്യാസങ്ങളൊന്നും നമ്മുടെ നഴ്സറിയിലില്ല. പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മുടെ വിയറ്റ്നാം എർലിയുടെ പുതിയ ബാച്ച് നമ്മൾ കണ്ടിച്ച് കേടെല്ലാം മാറി എടുത്തിരിക്കുന്ന തൈകളാണ്. ഇതൊരു 500ഓളം തൈകൾ നമുക്കിപ്പം അടുത്ത ബാച്ചിന് റെഡി ആവുന്നുണ്ട്. നമുക്ക് വിയറ്റ്നാം ഒരു 500 തൈകൾ വലുതും ഈ പരുവത്തിലുള്ള തൈകളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സിന്ദൂരയുടെ തൈകൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് നമ്മുടെ ഡെങ്സൂര്യ വെറൈറ്റിയാണ്. ഡെങ്സൂര്യയുടെ ഇപ്പോഴത്തെ പരുവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വളരെ ചെറിയ തൈകളാണ്. ഇത് നമ്മളിപ്പം കൊടുക്കാറായിട്ടുള്ള തൈകളല്ല. പക്ഷെ നമ്മൾ മണ്ണ് കവറ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് വലിയ തൈകളൊക്കെ ഉണ്ട്. എന്നാലും കവറ് മാറി ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള തൈകൾ നമ്മൾ പൊതുവേ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്കത് കർഷകർക്ക് നല്ല രീതിയിൽ കയറി വരത്തുള്ളൂ. നമുക്ക് വലിയ തൈകൾ കൊടുക്കാനും സാധിക്കും. ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വലിയ കവറിൻ്റെ അകത്ത് ഇത്രയൊക്കെ ഉള്ള തൈകളാണ് ഉള്ളത്. ഇതെല്ലാം ഒരു 15 ദിവസത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ചെറിയ കവറാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കവറുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടറിയാം. നമ്മൾ ഇങ്ങനെയുള്ള കവറിലാണ് നമ്മൾ പാകുന്നത്. ചക്കക്കുരു പാകി ഇരുത്തിൽ നമ്മൾ ബഡ് മുറിച്ച് വിട്ട് ഇത്രയും ആയതിനു ശേഷമാണ് നമ്മൾ കവറ് മാറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ നോക്കിയറിയാം, ഈ കവറിൻ്റെ അകത്തെല്ലാം ചാണകം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ചാണകം ഇട്ട് ഇനി നമ്മളിതിൻ്റെ മേളിൽ മണ്ണ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ഇടത്തില്ല. കവറ് മാറി വേറെ കവറിലോട്ടാക്കി മണ്ണ് മാറും. ഇപ്പം ഞാനിന്ന് വൈകുന്നേരം ഇതിൻ്റെ ബാക്കിയായിട്ട് സെക്കൻഡ് പാർട്ട് പോലെയായിട്ട് നമുക്ക് കവറ് മാറിയതിന് ശേഷമുള്ള വീഡിയോകളും ഇടാം. ഇന്നിപ്പം നമ്മൾ കവറ് മാറുന്ന ദിവസമാണ്. അപ്പം ഇത് നമുക്ക് കവറ് മാറുന്നത് കാണിക്കാം. നമ്മളിവിടെ എല്ലാ തൈകൾക്കും 80 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. ഇപ്പം ഈ തൈകളൊന്നും കൊടുക്കാറായിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പം ഇച്ചിരി J33 നമുക്ക് ഇച്ചിരി ഷോർട്ടേജാണ്. അടുത്ത ബാച്ചിലെ തൈകൾ നമുക്ക് ധാരാളമായിട്ട് തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അതിനൊരു 10 ദിവസം 15 ദിവസം കൂടെ സമയമെടുക്കും. ഇപ്പം നമുക്ക് സീസൺ ആയതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തൈകൾക്ക് ഷോർട്ടേജ് വരാറുണ്ട്. പിന്നെ നമ്മുടെ ജാതി തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ അബിയും ഇതുപോലെ തന്നെ നമുക്കിപ്പം ഷോർട്ടേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഏറെക്കുറെ തീരാറായ ഒരു പരുവായിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് നമ്മുടെ ചാനലിലൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. നമ്മൾ 15 രൂപയ്ക്ക് കൊടുക്കുന്ന നമ്മുടെ കാസർഗോഡിൻ്റെ തൈകളാണിത്. അതും ഏറെക്കുറെ നമുക്ക് നല്ല ഷോർട്ടേജ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നടിയിൽ സമയം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. നമ്മുടെ ജാതി തൈകളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇരിപ്പുണ്ട്. ഇപ്പോഴും നമ്മുടെ ജാതി തൈ ഈ സീസണിൽ നന്നായിട്ട് മൂവ് ഓൺ ആവുന്നൊരു സംഭവമാണ് നമ്മുടെ ജാതി തൈ. കർഷകർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജാതി തൈ നമുക്ക് ആവശ്യത്തിനുള്ള തൈകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഏറെക്കുറെ ഒരു 10,000-ഓളം തൈകളും കൂടെ ഇനിയും നമുക്ക് കൊടുക്കാറായ വലിയ തൈകൾ ഇരിപ്പുണ്ട്. ബാക്കിയുള്ള തൈകൾ നമുക്ക് ചെയ്ത് വരാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ജാതി തൈയുടെ ചുവട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പൊതുവേ. ഇതുണ്ടോ, ഇതിപ്പം ഈ കവറിൻ്റെ അകത്ത് വെള്ളം കെട്ടി തന്നെ കിടക്കുവാണ്. നമ്മുടെ ഏതൻ സെലക്ഷൻ്റെ ഒരു തൈയാണ്. ഇങ്ങനെ കെട്ടി കിടന്നതുകൊണ്ട് പോലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് മഴയായതുകൊണ്ട് സ്ഥിരമായിട്ട് ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ വെള്ളം കെട്ടി കിടക്കാറുണ്ട്.
അപ്പം ഇതാണ് നമ്മുടെ ജാതി തൈകളുടെ വിശേഷം. നമ്മുടെ ഏതൻ സെലക്ഷൻ നമുക്ക് ധാരാളമായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി ജാതിയും നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയാണ്. നമ്മളിതുപോലെ ടാഗ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് മാറിപ്പോകത്തില്ല. ഇത് പൊള്ളാച്ചി വെറൈറ്റി ജാതിയാണ്. പൊള്ളാച്ചി വെറൈറ്റിക്ക് നമുക്ക് 450. ഇത് നമ്മുടെ ഇതും നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റിയാണ്. എന്നാൽ ഇതിനപ്പുറത്തോട്ടിരിക്കുന്ന നമ്മുടെ ഏതൻ സെലക്ഷൻ്റെ തൈകളാണ്. ഇത് നല്ല വലിപ്പമുള്ള തൈകളൊക്കെയാണ് ഇരിക്കുന്നത്. ഈ തൈകൾക്കെല്ലാം നമ്മൾ ഏതിന് 350 രൂപയും പൊള്ളാച്ചി സെക്ഷന് നമ്മൾക്ക് 450 രൂപയാണ് ഒരു തട്ടായ തൈകൾക്ക് വരുന്നത്. പൊള്ളാച്ചി നമുക്ക് ഒരു 10-200 തൈകളും കൂടെ ഈ വർഷം കൊടുക്കാനായിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് പിടിച്ചു വരാനായിട്ടൊരു 1.5 മാസം ഒക്കെ നമുക്ക് സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏതൻ സെലക്ഷൻ നമുക്ക് ആവശ്യത്തിന് തൈകൾ ഇരിപ്പുണ്ട്. അടുത്ത ബാച്ച് നമുക്ക് ഏറെക്കുറെ ആയിട്ടുണ്ട്. അപ്പം ഏതിൻ്റെ തൈകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ, അവൈലബിലിറ്റി വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ നേഴ്സറിയായിട്ട് ബന്ധപ്പെടുക. നമ്മളിതിൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം. നമ്മുടെ J33 ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിട്ടത്. J33 തൈകൾ നമുക്കിപ്പം ഇച്ചിരി ഷോർട്ടേജാണ്.